SKSFിൻ്റെ മറ്റൊരു പദ്ധതിയാണ് ജാരിയ എന്ന് പറഞ്ഞത്. ആ ജാരിയയിലും എല്ലാവരും അതിൽ പങ്കാളികളാവണം. ഈ നിങ്ങൾ നൽകുന്ന സംഭാവനകൾ ദുനിയാവും ആഖിറവും നേടിയെടുക്കാൻ ഉപകാരമുള്ള ഒരു സമ്പത്തായി നിങ്ങൾ അതിനെ കാണേണ്ടതാണ്. ദീനിന്റെ ആളുകൾക്കുള്ള സഹായത്തിന് വേണ്ടി എന്ന നിയത്തോടുകൂടി അത് വിജയിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സംഗതിയും നമ്മൾ ചെയ്തു കൊടുക്കണം. പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കൾ, അവരൊക്കെ നന്നായി രംഗത്തിറങ്ങി ഇത് വമ്പിച്ച വിജയമാക്കണം. SKSF ജാരിയ പദ്ധതി പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ്, വളരെ നല്ല വിജയമാണ്. തുടക്കത്തിൽ അത് അവരുദ്ദേശിക്കുന്നത് പോലെ അവരുടെ ഫണ്ട് പൂർത്തിയാക്കാൻ എല്ലാ തലങ്ങളിലും SKSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജാരിയ സമാഹരണം അത് നിങ്ങൾ വിജയപ്രദമാക്കണം. സംസ്ഥാന കമ്മിറ്റിയുടെ തന്നെ പദ്ധതിയാണ് ജാരിയ. അപ്പോൾ ജാരിയ പദ്ധതി എല്ലാവരും വിജയിപ്പിക്കണം. ജാരിയ എന്ന പേരിൽ ഫണ്ട് സമാഹരിക്കുന്നു. ശ്രദ്ധ ശ്രമിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളും അതിൽ പങ്കാളികളായി പദ്ധതി വൻ വിജയമാക്കണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഈ പദ്ധതി വിവിധ രംഗങ്ങളിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി SKSFിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പദ്ധതി ഒരുപാട് സാധാരണക്കാർക്ക് ഉപകരിക്കും. നാടിന്റെയും ജനങ്ങളുടെയും പുരോഗമനത്തിനും സ്വാശ്രയത്വത്തിനും വേണ്ടി ജന്മം കൊണ്ട ഒരു സംഘടനയാണ് SKSF. നമസ്കാരം, ഫിലിപ്പമ്പാടാണ്. ജാരിയ എന്താണെന്നല്ല, ഇതൊരു പദ്ധതിയാണ്. SKSFിന്റെ സംസ്ഥാന ഫണ്ട് ശേഖരണമാണ്. ഈ ഫണ്ട് ശേഖരിക്കുക എന്തിനാണെന്നറിയാമോ? സഹജാരി എന്ന ഒരു കൂട്ടിരിപ്പ് സെന്റർ പടുത്തുയർത്തിയാണ് SKSF ഫണ്ട് ശേഖരിച്ചുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാനും അതിന്റെ ഒരു ഭാഗമായി. നമസ്കാരം. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജാരിയ എന്ന് പറയുന്ന പദ്ധതി രൂപീകരിച്ചിരിക്കുകയാണ്. നിരാലംബരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന സഹചാരി പദ്ധതി.